ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാറ്റഗറിയായിട്ട് ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. ഇപ്പം കഴിഞ്ഞ ഏകദേശം ഫെബ്രുവരിയിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു. കാറ്റഗറി ഫെബ്രുവരി 2026 നോട്ടിഫിക്കേഷൻ. അത് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സിനൊക്കെ വേണ്ടിയുള്ളതായിരുന്നു. അപ്പോൾ കുറേ പേര് ഇത് അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു 2 ആഴ്ച മുമ്പ് അത് വീണ്ടും റീഓപ്പൺ ചെയ്തായിരുന്നു. നമ്മുടെ ഈ ജനറൽ കാറ്റഗറിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ ലിങ്ക് ഒന്ന് റീഓപ്പൺ ചെയ്ത് 2 ദിവസത്തേക്ക് വേണ്ടി കുറച്ച് പേർക്കും കൂടെ അപ്ലൈ ചെയ്യാനുള്ള ചാൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്ന ആ കേട്ടറ്റ് ഫെബ്രുവരി 2026 എക്സാമിന്റെ ഡേറ്റ് വീണ്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് പുതിയൊരു അപ്ഡേറ്റ്. ഫെബ്രുവരി 2026, അതായത് ടീച്ചേഴ്സിന് വേണ്ടിയുള്ള സ്പെഷ്യൽ കേട്ടറ്റ് ആണ്. അപ്പൊ അതിന്റെ ഡേറ്റ് ഒന്നുകൂടി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. കേട്ടറ്റ് ഇപ്പൊ നമ്മുടെ സൈറ്റിൽ ഏറ്റവും ടോപ്പിലായിട്ട് റെഡ് ലെറ്റേഴ്സിൽ ഇപ്പം നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണാം. കേട്ടറ്റ് ഫെബ്രുവരി 2026 എക്സാം ഡേറ്റ് ചേഞ്ച് ടു 11/7/2026 ആൻഡ് 12/7/2026. അതായത് ജൂലൈ 11-12 അത് റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 11/7/2026 അതുപോലെ തന്നെ 12/7/2026 എന്നീ തീയതികളിലേക്ക് അത് റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പം പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, കാരണം കുറച്ച് പേർ കൂടി അപ്ലൈ ചെയ്യാനുള്ള ചാൻസ് ഒക്കെ കിട്ടിയായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ടൈം കൂടി ഉണ്ട്. ഏകദേശം ഒരു മാസത്തിനടുത്ത് ടൈം ഇനിയും ഉണ്ട്. ഇനിയും കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാത്തവർ നോക്കുക. അപ്പൊ അതുപോലെ നമുക്ക് കുറച്ച് കമന്റ് കൂടി നോക്കാം. അപ്പോൾ ആദ്യത്തേതാണ് ഇൻവാലിഡ് രജിസ്റ്റർ നമ്പർ കാണിക്കുന്നു. ഓക്കെ, കേട്ടന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തത് നമ്മളിട്ട് വീഡിയോയിലാണ്. അതിന്റെ റീസൺ ചിലപ്പോൾ എന്തെങ്കിലും സൈറ്റിന്റെ എറർ ആയിരിക്കാം. നിങ്ങൾ വീണ്ടും നോക്കുക. നോർമലി ആ ഒരു ടൈമിൽ കുറച്ച് പേർക്കൊക്കെ കിട്ടുന്നില്ലായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അല്ലെങ്കിൽ പിറ്റേ ദിവസം ആയപ്പോഴത്തേനൊക്കെ റിസൾട്ട് കിട്ടിയതാണ്. നേരത്തെ വന്ന കമന്റ് ആണത്. കാറ്റഗറി ഫോർ ഹിന്ദി വിശാരദ് പ്രവീൺ സർട്ടിഫിക്കറ്റ് മതിയോ, DLED ഇല്ല. ഓക്കെ, അതൊന്നുകൂടി DOയിൽ നിങ്ങളൊന്ന് എൻക്വയറി ചെയ്യുക. കാരണം ഈ പ്രവീൺ അതുപോലെ ഹിന്ദി പ്രചാരസഭയുടെ കോഴ്സിന്റെ വാലിഡിറ്റിയിലൊക്കെ എന്തൊക്കെയോ ചെറിയ ചേഞ്ചസ് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായി DOയിൽ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, ജൂലൈയിലെ എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ടൈം കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ ജൂലൈ എക്സാമിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ടൈം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം അടുത്ത നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. ഉടനെ വരുമായിരിക്കും. കാരണം നമുക്ക് ഒരു വർഷത്തിൽ 2 എക്സാം ഉണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ എക്സാം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് ഏകദേശം ഒരു മെയ് ജൂൺ ടൈമിൽ നടക്കേണ്ടതായിരുന്നു. അപ്പൊ ഇപ്പൊ ജൂൺ പകുതി ആയിട്ടുണ്ട്. ഉടനെ നോട്ടിഫിക്കേഷൻ വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. JITയുടെ വിജ്ഞാപനം ഉടനെ ഉണ്ടാകും. JITയുടെ ഞാനിപ്പം പുതിയ അപ്ഡേറ്റ് ഒന്നും കണ്ടില്ല. എന്തെങ്കിലും അറിയുവാണെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അടുത്താണ് കേട്ടറ്റ് 4ന്റെ വെരിഫിക്കേഷൻ എന്തെല്ലാം കൊണ്ടുപോകണം. അതായത് കേട്ടറ്റ് വെരിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. കേട്ടറ്റിന്റെ വെരിഫിക്കേഷനിൽ ഇപ്പൊ നമ്മൾ മെയിൻലി കാറ്റഗറി 4 ആണെങ്കിൽ നമ്മൾ SLC +2 അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾ ഏത് കോഴ്സ്, അത് ഒരുപക്ഷെ ഡിഗ്രി ആവാം, ഡിഗ്രി ഹിന്ദി ആവാം, അല്ലെങ്കിൽ ഹിന്ദി പ്രചാരസഭയുടെ ഏതെങ്കിലും കോഴ്സ് ആവാം. അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റ് എടുക്കുക. ഓക്കെ, അതിന്റെ സർട്ടിഫിക്കറ്റ് കോപ്പി SLC +2 അതിനുശേഷം നിങ്ങൾ ഏത് കോഴ്സാണോ ചെയ്തത് അതിന്റെ ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റും കോപ്പിയും കൂടി നിങ്ങൾ കേട്ടറ്റ് വെരിഫിക്കേഷന് വേണ്ടി കൊണ്ടുപോകണം. ഓക്കെ, അതായത് നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ ഏതൊക്കെ ക്വാളിഫിക്കേഷൻ വെച്ചാണ് അപ്ലൈ ചെയ്തത് അതിന്റെ എല്ലാം ഒറിജിനൽ വിത്ത് കോപ്പി. പിന്നെ ഉള്ളത് ആധാറിന്റെ കോപ്പി എടുത്തോളുക, പിന്നെ ഒറിജിനൽ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള കേട്ടറ്റിന്റെ ഹോൾ ടിക്കറ്റ് ആണ്. കേട്ടന്റെ ഹോൾ ടിക്കറ്റ് അതിന്റെ ഒരു കോപ്പി കൂടി എടുക്കുക. ഇൻവിജിലേറ്ററുടെ സൈനുള്ള ഹോൾ ടിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അതിന്റെ ഒരു കോപ്പി കൂടി എടുത്തോളുക. ഇത്രയൊക്കെയാണ്. പിന്നെ നമ്മളിപ്പോ OBC കാറ്റഗറിയിലൊക്കെ വന്നിട്ടാണ് ജയിച്ചതെങ്കിൽ ചിലയിടത്ത് നമ്മൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കേണ്ടി വരും. അപ്പൊ അതുകൂടി ഒന്ന് അന്വേഷിക്കുക. ചിലയിടത്ത് SLC ബുക്ക് മതിയായിരിക്കും. ആ കാര്യം ഒന്ന് നോക്കുക. ഏകദേശം ഇത്രയൊക്കെയാണ് നമുക്ക് കേട്ടറ്റ് വെരിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു ചെറിയ ഫോം ഒക്കെ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. അത്ര പാടുള്ള കാര്യങ്ങൾ നമ്മുടെ ഡോക്യുമെന്റ്, അതായത് നമ്മുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് ഫില്ല് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, എന്നായിരിക്കും വെരിഫിക്കേഷൻ? ഓക്കെ, നിലവിൽ കേട്ടറ്റിന്റെ വെരിഫിക്കേഷൻ എവിടെയും തുടങ്ങിയതായിട്ട് എനിക്ക് അറിവില്ല. നിങ്ങൾ ന്യൂസ് പേപ്പറൊക്കെ നിങ്ങൾ ഡെയിലി നോക്കുക. അപ്പൊ അതിന്റെ ഏകദേശം ഈ നാട്ടുവർത്തമാനം എന്നൊക്കെ പറഞ്ഞ പേജുകളിൽ കേട്ടറ്റ് വെരിഫിക്കേഷനെ കുറിച്ച് ന്യൂസ് വരാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാണുവാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞ് ഒരു വീഡിയോ ഇടാം. അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ ഏത് DOയിലാണ് എക്സാം എഴുതിയത് അവിടെ ഒന്ന് വിളിച്ച് അന്വേഷിക്കുക വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ. നിലവിൽ അങ്ങനെ തുടങ്ങിയതായിട്ട് ഒരു അറിവും ഇല്ല.
2015 ഹിന്ദി പ്രവീൺ മാത്രം കഴിഞ്ഞതാണ്. അത് വെച്ച് DO കേട്ടറ്റ് 4 വെരിഫിക്കേഷൻ ചെയ്തു തരുമോ? അതൊന്ന് എൻക്വയറി ചെയ്യുക കേട്ടോ, എങ്കിൽ അവർക്കത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ കുറച്ച് കമന്റ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്തതന്നേ ഉള്ളൂ, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ കേട്ടൻ്റെ എക്സാം റീഷെഡ്യൂൾ ചെയ്തതിൻ്റെ അതായിരുന്നു മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ കേട്ടൻ്റെ കുറച്ച് ക്ലാസ് കൂടി നമ്മൾ ചെയ്യാനായിട്ട് നോക്കാം. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. ഓക്കെ, ബൈ.